ഇന്ത്യൻ സിനിമാ ലോകം ഒന്നാകെ കാത്തിരിക്കുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. ഇപ്പോൾ ദൃശ്യം 3യുടെ പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ദൃശ്യം 3യെ സംബന്ധിച്ച് എല്ലാവരും കാത്തിരിക്കുന്നത് ദൃശ്യം 1ന്റെയും 2ന്റെയും നിലവാരത്തിലേക്ക് ഉയരുമോ എന്നുള്ളതാണ്. ജിത്തു ജോസഫ് ഈ അടുത്ത കാലത്ത് നൽകിയ സിനിമകളൊന്നും വലിയ നിലവാരമുള്ളതായിരുന്നില്ല. അതെല്ലാം ദൃശ്യം 3യെ കുറിച്ചുള്ള ആശങ്ക കുറച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യം 3യുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റ് ദൃശ്യം 3യുടെ ടീസർ റെഡിയായി എന്നുള്ളതാണ്. 1 മിനിറ്റും 44 സെക്കൻഡുമുള്ള ടീസറാണ് തയ്യാറായിരിക്കുന്നത്. മാർച്ച് 18-നാവും ടീസർ പുറത്തിറങ്ങുക. ഔദ്യോഗികമായുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിലും മാർച്ച് 18-ന് തന്നെ ദൃശ്യം 3യുടെ ടീസർ എത്തുന്നതാണ്. മോഹൻലാലിനെ സംബന്ധിച്ചും ജിത്തു ജോസഫിനെ സംബന്ധിച്ചും ആശീർവാദ് സിനിമാസിനെ സംബന്ധിച്ചും ഒക്കെ വളരെ നിർണായകമായ ഒരു സിനിമയാണ് ദൃശ്യം 3. ദൃശ്യം 3യുടെ മുഴുവൻ റൈറ്റ്സും ഹിന്ദി നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് ഏതാണ്ട് 160 കോടി രൂപയ്ക്ക് ആശീർവാദ് സിനിമാസിന്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ റിലീസാണ് ദൃശ്യം 3ക്ക് വേണ്ടി ഒരുങ്ങുന്നത്. നിലവിലെ GCCയിലെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങുകയാണെങ്കിൽ മലയാള സിനിമയുടെ സർവ്വകാല റെക്കോർഡ് ഓപ്പണിംഗ് തന്നെ ദൃശ്യം 3യിലൂടെ കാണാൻ കഴിയും. ഏതായാലും ദൃശ്യം 3യുടെ ആദ്യ ഗ്ലിംസ് പുറത്തു വരാനിരിക്കെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് ആ സിനിമയെക്കുറിച്ചുള്ളത്. ആദ്യ ടീസർ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു ധാരണ പ്രേക്ഷകർക്ക് ലഭിക്കും. ഒരുപാട് ട്വിസ്റ്റും ടേൺസും ഒക്കെയുള്ള ഭാഗങ്ങളായിരുന്നു ദൃശ്യത്തിന്റെ 1ാം ഭാഗവും 2ാം ഭാഗവും. അതുപോലെയുള്ളതാണ് 3ാം ഭാഗവുമെങ്കിൽ കാര്യമായൊന്നും ടീസറിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. എങ്കിലും സിനിമയെക്കുറിച്ചുള്ള ഒരു ധാരണ ലഭിക്കാൻ ടീസർ സഹായിക്കും.